guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗായ്സ് നമ്മളെ റോളർ കോസ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. ഇപ്പം ഇതിലൊരു ഇതുണ്ട്, എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതെല്ലാം ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചു. ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തു. ഇത്ര നാൾ എൻ്റെ അപ്പയുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വെറുതെ ഇരുന്നപ്പോൾ ഫിനിഷ് ചെയ്ത് വെച്ചാണ്. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ ആയതുകൊണ്ട്. നമുക്ക് ഞാൻ ഫുള്ളും ഫിനിഷ് ചെയ്ത് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ആഡ് വന്നിട്ടുണ്ട്, ഞാൻ ഫീൽട്ടേക്കാണ് എന്താ കൂടാ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഇല്ല സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. മൊത്തത്തിൽ കാണില്ല, ഇതും കൂടെ ഉണ്ട്. ക്രീപ്പറിന് അതിന് കൊല്ലട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മളിപ്പോൾ ഇവിടുന്നാണല്ലോ പോകുന്നത്. അപ്പം തിരിച്ചു വരുന്ന ഇതിലേക്കൂടെ തിരിച്ചു വന്നിട്ട് ഇതിലേക്കൂടെ ഇങ്ങനെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിക്കാം. ഇല്ലല്ലേ അതാണ്. പിന്നെ നമ്മളെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ആ കൊച്ചുകൂടെ പോകും. അത് ഗൈസ് മൂക്കും തുടങ്ങി. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വരും മെയിൻകാർക്ക്. ഇങ്ങനെയൊക്കെയാണ് ഒക്കെ അറിയാം. ഇവിടെ ബട്ടൺ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ശരിയാക്കണം. ഇത് ഇനിയെങ്കിലും ഒന്ന് വർക്കാവണം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ചില ഇതിനുണ്ട്, ഇങ്ങനെ ഇതിന് മേളിൽ ഇങ്ങനെ കൊടുത്താൽ ഈ ലാമ്പിനൊക്കെ ഇങ്ങനെ ഇതിന് മേളിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ കൊടുക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെ വർക്കാവും എനിക്കില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇങ്ങനെ കൊടുത്തോ വർക്കോ കണ്ടോ? അങ്ങനെ വെച്ചപ്പോൾ ഏതൊക്കെ വർക്കായ? അങ്ങനെ വെച്ചാൽ 2 എണ്ണം വർക്കാവും. അപ്പോൾ എഡിറ്റ്. ഓക്കെ നമ്മള് ഇങ്ങനെ കൊടുത്താൽ വർക്കാവത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 സെക്ഷൻ ആക്കാം. 2 സെക്യൂരിറ്റി സെക്ഷൻ. ഇതിലേക്കൂടെ ഒരു വഴി, ഇതിലേക്കൂടെ ഒരു വഴി. അതിന് മുമ്പ് ഈ നോട്ട് ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റട്ടെ. നമുക്കൊന്നും കൂടെ വെക്കാൻ നോക്കില്ല. ഞാൻ ഇവിടെ ഗോൾഡ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇതും കൂടെ പൊട്ടിച്ചേരണം. നമുക്കിവിടെ നോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കാം.
ഉണ്ടാക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും അയ്യോ ഗായ്സ്, ഇങ്ങനെ ഇത് രണ്ട് വർക്കാവുന്നത് ഏതായിരിക്കും? ഏതെങ്കിലും ഓക്കെ. നൈറ്റിൽ വർക്ക് അതെന്തോന്ന് ചോദിച്ചാൽ അതെന്തുവാണെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു, ഇത് 2 ലെയറാക്കണം. ഓക്കെ പിന്നെ വെച്ച് വർക്ക് ചെയ്യത്തില്ല തോന്നുന്നു. വർക്ക് ചെയ്യത്തില്ല ഉറപ്പ്. എന്താ വർക്കാവുന്നത്? ആ റെസ്റ്റോറൻറ്റ് ഡസ്റ്റ് കുറച്ച് താഴെയാവും. ഇച്ചിരി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ച് വർക്കാവും. ഓക്കെ, പക്ഷെ 2 വർക്കാവും. ദാറ്റ്സ് എ പ്രോബ്ലം. എന്തപ്പോ ചെയ്യ? ഇങ്ങനെ ചോർക്കാവൂ? ഉടനെ വർക്കാവോ? എനിക്ക് ഒന്ന് ഞാൻ എന്തിപ്പോ ചെയ്യുന്നേ? എന്തൊക്കെയൊക്കെ ആക്കി ഇത് വെച്ചാ ഓക്കെ സെറ്റ്. ഇപ്പം 2 വർക്കാവും. ഇത് ഇങ്ങനെ വെച്ചാ എങ്ങനെയാ? ഓ ഇങ്ങനെ ഇവിടെ ഓക്കെ. അപ്പം ഞാൻ ഇത്രയും ബോറാക്കിയതിന് സോറി ഗായ്സ്. നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന റോളർ കോസ്റ്റർ ആണോ അല്ലേ? അതിപ്പോൾ കാണിച്ചു. സോറി ഗായ്സ് പ്ലീസ്. പക്ഷെ നിങ്ങൾ പുതിയതാകുമ്പോൾ ബോറായിരിക്കും ഗായ്സ്. ഇത് ബിൽഡൊന്നും ചെയ്യുന്നില്ലല്ലോ, ഓൾറെഡി ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത് മാത്രം കാണിക്കാനായിട്ട് പറഞ്ഞത്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. ഓക്കെ ഗൈസ്, സൈൻ എടുക്കണം. സൈൻ ഇങ്ങനെ മറ്റേ ഇങ്ങനെ പറയണ ഓക്കെ. so stupid. Okay. Okay.
ശേ ഗൈസ് അത് ഇച്ചിരി ഇതാക്കണമായിരുന്നു. ക്യാപ്സ് ഓക്കെ ഗൈസ്. ഓ ഒരു ആരോ കൂടെ കൊടുക്കായിരുന്നു. ശരിയാണെങ്കിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ അലയാണെങ്കിൽ തന്നെ ഇരിക്കട്ടല്ലേ. ഓക്കെ ഇതോടെ ഞാൻ ടിക്കറ്റ് കൗണ്ടറിനൊക്കെ വെച്ചു. അപ്പം നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ എക്സിറ്റിൻ്റെ കൊടുക്കാം. ഇവിടെ നല്ല എക്സിറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ ഓക്കെ എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണം. ശവല് വെച്ച് എനിക്ക് ഇവിടെ ഇങ്ങനെ ആക്കാം. ശരിയല്ല എന്തുവാണ് നമ്മൾ കാണുന്ന പോലെ അറിയണം. Guys, I'm so sorry, man. Sorry for boring. Okay. Shit. Exit പിന്നെ ഈ സാധനം ഇത് അല്ല ഞാൻ പണ്ട് ആരും ഓക്കെ ഇങ്ങനെ എക്സിറ്റ് കുറച്ചും കൂടെ ഇട്ടേക്കാം. അല്ലെങ്കിൽ വേണ്ട വേറെ വല്ലതും കിട്ടും. ഈ സാധനം ഇതാണെന്നുള്ളത് അല്ല ഇതാണുള്ളത്. ഓക്കെ നമ്മൾ ഇത് ഇത് എന്ത് വാട ഇത് എന്ത് വാട EXIT ഈ സാധനം ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് റോളർ കോസ്റ്ററിലേക്ക് പോകാം. ഇവിടെ വല്ലതും ചെയ്യണം. ഓക്കെ നമുക്ക് ഇനി റോളർ ഇല്ല പോകുന്ന വഴിക്ക് ഡേ ഇപ്പോഴേ ഡേ ആക്കി വെച്ചിട്ട് ഇതിങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമ്മളതിന് മൈൻ കാർഡ് എടുക്കുക. റൈഡ് ഗൈസ്
ഇതൊക്കെ അറിയാലോ, നമ്മളിത് ഓൾറെഡി പോയിട്ടുണ്ട്. നമ്മളെ ബ്രിഡ്ജ് നിങ്ങൾക്ക് കുറേ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അകത്ത് ഈ കേവിൻ്റെ അകത്ത് അണ്ടർഗ്രൗണ്ട് പോകുമല്ലോ. ഞാൻ മറ്റേ ഏറ്റവും ലാസ്റ്റ് ഞാൻ പാർട്ട് 1 ചെയ്തില്ലായിരുന്നു, ഞാൻ അണ്ടർഗ്രൗണ്ട്. അതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ മൈൻ ഷാഫ്റ്റ് അതാകുമ്പോൾ അങ്ങനല്ലേ അതൊക്കെ ഉണ്ട്. അത് ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ച് ചെയ്തു. നമ്മൾ കുറേ ഹൈല് വന്നു. ഓഹോ, ഈ ഹിറ്റിനെ കൊണ്ട് തോറ്റു ഗൈസ്. ഈ ഇടയ്ക്കിടയ്ക്കിനെ മൈൻകാർട്ട് അറിയാതെ വീടും ഗൈസ്. ഇപ്പം ഈ കുറേ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ചുമ്മാ അങ്ങ് ബൗൺസ് ചെയ്യും. സോറി ഗൈസ്, അത് ഇച്ചിരി സ്മൂത്ത് അല്ല, അത് കുഴപ്പമില്ല. അത് നമ്മൾ മൈൻക്രാഫ്റ്റ് അങ്ങ് സ്റ്റക്കായി നിൽക്കും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മൈൻകാർട്ടാണ് അല്ലെങ്കിൽ കുറേ ഇച്ചിരി ദൂരം എത്തുമ്പോൾ അതും കാണാതെ വെക്കും. അതുകൊണ്ടാണ് ഗൈസ്. ഇതിനാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട്. കുത്തനെ ഒരു ഇറക്കമുണ്ട്, അതിനിടയ്ക്ക് ഒരു വളവുണ്ട്. മാറിക്കണേ, എൻ്റെ ഒരു ഇല്ല ബഗ്ഗാണ്. ഇത് പോയിട്ടുണ്ട്. അതാണ് നമ്മളെ ഈ ഇതൊക്കെ വന്ന് നമ്മൾ മീനില്ലേ, നമ്മൾ അണ്ടർഗ്രൗണ്ട് മീനൊക്കെ കുട്ടന്മാരൊക്കെ ഇവിടെ സേഫ് ആയിട്ടിട്ടുണ്ട്. ഡോൾഫിൻ എന്ത് ചെയ്യും? ഇതല്ല ഗൈസ് അണ്ടർഗ്രൗണ്ട്, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തില്ല അത്. ഇതൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ഇതൊക്കെ റെയിൽ വെച്ച് നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയൊക്കെ റെയിലൊക്കെ നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇത് ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങോട്ട് ഈ കാട്ടിനിടയ്ക്കോട്ടൊക്കെ പോകുന്ന രീതി അതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തരല്ല. ഇങ്ങനെ വന്ന് ഇനി നമ്മൾ ഇതൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. കണ്ടെന്ന് എനിക്കറിയണം. ഇനി നമ്മൾ ഇതിന് ഈ കടലിലെ സൈഡിൽ കൂടെ അവിടെ കാണാൻ വേണ്ടി ഞങ്ങൾ അതല്ല ഇവിടെ വെച്ച് കാണാനല്ല, ഇവിടെ അണ്ടർഗ്രൗണ്ട് പോകുമല്ലോ അതിന് വേണ്ടി. ഇതാണ് നമ്മളെ മറ്റേ ഇത് ചെയ്ത ഇതെല്ലാം കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർഗ്രൗണ്ട്. നമ്മളിങ്ങനെ ഇത്രയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാനില്ലേ ഈ വ്യൂ പോയിന്റ് എത്തുമ്പോൾ സ്ലോ ആക്കാൻ നോക്കിയായിരുന്നു സാധാരണ റെയിൽ വെച്ച്. പക്ഷെ അത് പറ്റുന്നില്ല. അതൊന്ന് നമ്മളിങ്ങനെ പോകുമ്പോൾ സാധാരണ റെയിൽ പവർ റെയിലിൽ പോകുമ്പോൾ ആ പറ്റുന്ന സ്പീഡ് തന്നെ. അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ കുറേ കേവാ, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ അടച്ചൊക്കെ വെച്ചു കുറേ. പിന്നെ ഈ ശല്യം എന്താണെന്ന് അറിയാമോ? ഗ്രാവലി ഭയങ്കര ശല്യം. പോളാ ഇതാണ്. അത് കുഴപ്പമില്ല, അത് സാധാരണ റെയിലാണ് ഇവിടെ വെച്ച്. ഞാൻ അപ്പം നിങ്ങൾക്കിത് കാണാമല്ലോ. ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ പോയിക്കോ. അവിടെയാണ് ഞാൻ റെയിൽ വെച്ചത്, അതുകൊണ്ട് ഞാൻ മാറ്റി. അതിപ്പോൾ മൈൻക്രാഫ്റ്റ് നിന്നാണ് നമ്മൾ സ്ലോയിൽ പോയത്. ബാക്കി വ്യൂ പോയിന്റ് എല്ലാം ഞാൻ പവർ റെയിൽ വെച്ചത് നടക്കത്തില്ലെന്നും പറഞ്ഞു. ദൂരെ കാണാൻ പറ്റുന്നത് അത് ഇങ്ങനെ ലോഡാവത്തന്നെയാണ്. ഇവിടെ ഞാൻ കുറേ റാൻഡമായിട്ട് അത് അടുത്ത വ്യൂ പോയിന്റ് കേവ് ഞാൻ കുറേ റാൻഡമായിട്ട് ആ ടോർച്ചസ് വെച്ചേക്കും. ഞാൻ അടുത്തത് മൈൻകാർട്ടാണ്. മൈൻഷാഫ്റ്റ് വേണ്ടേ അത് എങ്ങനെയൊക്കെയോ ഞാൻ കറക്റ്റാക്കി അവിടോട്ട് വന്നത്. നമ്മളെ മറ്റേ നമ്മളാദ്യം വരത്തില്ലേ റോളർ കോസ്റ്ററിനായിട്ട് ഞാൻ ഒരു സമയത്ത് ഞാൻ ലോസ്റ്റ് ആയി ഗൈസ്. ഞാൻ ലോസ്റ്റ് ആയി പോയി. ഞാൻ ഉണ്ടാക്കിയ സാധനം എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. പിന്നെ നമ്മളിങ്ങനെ വന്നിങ്ങനെ ഒന്ന് കാണാൻ പൊന്നളിയാ. അവിടെ ചെറിയ ട്രബിൾ ഉണ്ടായിരുന്നു. നമ്മൾ മേളിൽ വന്ന് ഇവിടെ വന്ന് അതൊക്കെ അത്രേ ഉള്ളു ഗൈസ്. അപ്പം വേറെന്തെങ്കിലും അപ്ഡേറ്റ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അത് മിക്ക വീഡിയോയും കമൻറ്റ് ചെയ്യാത്തതാണ്. കമൻറ്റ് ഓഫ് ചെയ്യാൻ ഒരെണ്ണം മാത്രം
എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വയ്യ. ഇവിടെ ഫുള്ള് ഇവിടെ ഉണ്ടാക്കുന്നു. ഇവിടെ ഗ്രാസ് ഇരിക്കത്തില്ലേ, ഇവിടൊക്കെ ഗ്രാസ് ഇരിക്കട്ടെ. വീഡിയോ ഇത്രേ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാ വ്യൂ പോയിന്റും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വ്യൂ പോയിന്റെല്ലാം കാണിച്ചു തരാം. ഇതിനായി ഇവിടെ ഇച്ചിരി ട്രബിൾ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഇത് ഇങ്ങോട്ടാക്കാൻ ഇച്ചിരി പാടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് നേരിട്ടിങ്ങനെ ആക്കാൻ പറ്റത്തില്ലല്ലോ, നേരിട്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം. നേരിട്ടിങ്ങനെ ആക്കാൻ നോക്കുവാണെങ്കിൽ പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ എനിക്ക് വിളിച്ചിട്ട് ട്രബിൾ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇങ്ങനെ എഴുതുക, ഇങ്ങനെ ഇത്രയും സ്പീഡിൽ പോയിട്ട് റെസ്റ്റോറൻറ്റ് കുറച്ച് ഇങ്ങനെ ചുമ്മാ ഞാൻ അങ്ങനെ പിടിച്ചോണ്ട് ചെയ്യാം, ചുമ്മാ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ആദ്യത്തെ ഇതൊരു മൈൻക്രാഫ്റ്റ് എന്തോ ഇതൊക്കെ പൊട്ടിച്ചളന്നതാ, ഇതൊക്കെ ഞാൻ പൊട്ടിച്ചളന്നതാ. കണ്ട അങ്ങനെ ഇതിങ്ങനെ ഇരിക്കുകയായിരുന്നു. അടുത്തത് ഇതെന്തോന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഇങ്ങനെ നമ്മളിവിടെ ആ ഈ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് മാർക്ക് ചെയ്ത് വെച്ചത്. ആ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇത് അവിടെ വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് അടുത്ത്. ഇതാ മൈൻക്രാഫ്റ്റ് സ്പൈഡർ സ്പോണറൊക്കെ ഉണ്ട്. പിന്നെ ഇത് മൈൻക്രാഫ്റ്റ് പിന്നെ വല്ലതും ഉണ്ടോ എനിക്കെന്നാണോ? പിന്നെ ഈ കേവ് ഇത് അവിടെ തന്നെ ലൈറ്റ് വെച്ചിരിക്കുക കാണാൻ വേണ്ടി. ഇങ്ങനെ ഇതില്ലേ ഇത് കണ്ടായിരുന്നല്ലേ, ഇത് എന്തിനായിരുന്നു? ഇത് സ്പോണർ അതിൻ്റെ ശരിക്കും ആരോട്ടാണ് ഇവിടെ അങ്ങോട്ടല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞാലേ ഈ സാധനം ചെയ്യുന്നുണ്ട് ഇവിടൊക്കെ എന്തോ വലിയ ഇത് വെള്ളം. ഓ ഷിറ്റ് ഒന്നും പറ്റില്ലല്ലോ. ഓക്കെ, നമ്മളിങ്ങനെ അടുത്ത ഇത് ഫുള്ള് വെള്ളമാണ്. ഇവിടൊക്കെ ഞാൻ വെള്ളം റൈറ്റ്. ഇതാണ് ആദ്യത്തെ ഇതാ അവിടെ റെയിൽവേ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തോ ഇങ്ങനെ സെയിം സ്പീഡിൽ തന്നെ വന്നേ എന്തോ. നമ്മളിപ്പോൾ ഇവിടെ നോർമലായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ നെക്കിയത് വന്നേ നോക്കിയത് ഈ സ്പീഡിലേ പോകത്തുള്ളൂ. നമ്മൾ ഈ പവർ റെയിലിൽ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് ഒരു റൈഡ് നോക്കുമ്പോൾ ഈ ബട്ടൺ ശ്രദ്ധിച്ചു നേരെ പോകണം. അതിങ്ങനെ നെക്കിയപ്പോൾ തന്നെ അങ്ങ് പോവല്ല ആ സ്പീഡിൽ തന്നെ. അതാണൊക്കെ ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഇത്ര സ്പീഡിൽ വന്നു അപ്പോൾ ആ സ്പീഡിൽ പോവുണ്ടോ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പോട്ടെ, ഓടിക്കുമ്പോൾ ഡിസ്റ്റർബാവും.
അതുകൊണ്ടാണ് ഗൈസ്. ഇനിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനിയൊന്നുമില്ല. മൈക്കാർട്ടിന് പൊട്ടിക്കാൻ പറ്റുമോ? മൈക്കാർട്ട് ഞാൻ ഇതാക്കുകയും ചെയ്യും. ഇനി എപ്പോഴെങ്കിലും എനിക്ക് മൈൻക്രാഫ്റ്റ് എനിക്ക് ഒറിജിനലായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇങ്ങനത്തെ റോളർ കോസ്റ്റർ പരിപാടി ചെയ്യും. പറ്റുവാണെങ്കിൽ ഞാൻ ഹാർഡ്കോർ ഇടും. അങ്ങനെ പറയും ഹാർഡ്കോർ. അതിൻ്റെ എപ്പിസോഡൊക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇവിടെ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്? റൂഫൊന്നും ഇല്ലല്ലേ, ഫുള്ള് ഉണ്ട്. ഇനി എവിടൊക്കെ ഞാൻ പണിയാൻ പറഞ്ഞു ആസ് യൂഷ്വൽ. ഐ ഡോണ്ട് ലൈക്ക് ടു build at night. ഇനി ഇവിടെ ഇരുട്ടായിരിക്കും, ലൈറ്റ് വെക്കണം. കുഴപ്പമില്ല. സാധാരണ വീടൊക്കെ വെക്കുമ്പോൾ എനിക്ക് റൂഫൊക്കെ ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടി അതായിരുന്നു. എന്നുവെച്ചാൽ വലുതല്ലേ, ഭയങ്കര പാടാണ്. എങ്ങനെയെങ്കിലൊക്കെ ചെയ്യും. ഇതിന് ഇച്ചിരിയേ ഉള്ളൂ. ഇനി നമുക്കിവിടെ ലൈറ്റ് ആക്കണം. ഇത് രാവിലെയാണൊക്കെ തോന്നുന്നത്. സോളാർ പാനൽ വെക്കാം ഗൈസ്. ലാമ്പ് എനിക്ക് വയ്യ ഗൈസ് റെസ്റ്റോണൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഒരു സോളാറും ഒരു ലാമ്പ് എവിടെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചുമ്മാ കുറേ ഹോളുണ്ട്. ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ കുറേ അടുത്തടുത്തായിട്ട് തന്നെ ഹോളുണ്ട്. ഇവിടെ ഒന്നും വേണ്ട. ഇവിടൊക്കെ ഇത് അവിടെ എന്തൊക്കെയാണ് ലൈറ്റാണ്. കോർണർ വേണ്ട. ഇവിടെ ഒന്നും വേണ്ട. ഇവിടൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ. ഒരു കൂട്ടം അടുപ്പിച്ച് ഇത് മാറ്റിയിട്ട് ഇത് വെക്കാം. ഓക്കെ, നമുക്ക് ഇതെല്ലാം വെക്കാം. ഫോണാണ് നൈറ്റ് അത് പോവാണ്. സൂര്യൻ എന്ത് ചെയ്യും? സൂര്യൻ എന്ത് ചെയ്യും? സൂര്യനെ കാണുന്നില്ല. ക്ലൗഡ് ഓഫ് ആക്കിയാണ്.
ക്ലൗഡ്സ് ഓഫ് ആക്കിയാണ്. ഓക്കെ, ഇപ്പോൾ വന്നു. ഇത് വർക്കാവോ? ഇപ്പോൾ ലൈറ്റ് ഓക്കെ ഓക്കെ. ഇനി നമ്മളിത് നൈറ്റിലാക്കാം. ഇതെല്ലാം നൈറ്റാക്കാം. ഇപ്പോൾ നൈറ്റിൽ മാത്രം വർക്കാവും. രാവിലെ ഓൾറെഡി നമുക്ക് വർക്കാണ്. ഇനി നമുക്ക് നൈറ്റാക്കാം. ഞാൻ ഇത് മാറ്റത്തില്ല ഈ ലൈറ്റ് ചെയ്തെന്ന്. അത് ഞാൻ ഒട്ടും ചെയ്യാത്തത് നൈറ്റാന്ന് തോന്നുന്നു. പക്ഷെ നൈറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ നൈറ്റ് മോഡ് ഇല്ല. സൺറൈസ് ഗൈസ് വർക്കായി. ഗൈസ് വർക്കായി. ഗൈസ് വർക്കായി. ഡൗട്ടുണ്ട് അങ്ങനെ നമ്പർ ഇതിന് ട്രെൻഡ് ഉണ്ടല്ലോ, ആള് തുള്ളി ഇയാള് തുള്ളി. ഓക്കെ ഗൈസ്, അപ്പം ദോശ ഗൈസ്. ഇവിടെയും കൂടെ ഓർമ്മ വെച്ചിട്ട് ഇവിടെ ഓർമ്മ വെച്ചിട്ട് ഇവിടെ വെച്ച ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിയിട്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം അടിച്ച് പൊട്ടിച്ച് ഇനി ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ആക്കി വെക്കണം. എന്നാലേ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലേ നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് അൺസബ്സ്ക്രൈബ് ഇരിക്കത്തോളൂ. ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ റോളർ കോസ്റ്റർ സാധനത്തിൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. സ്കൈലും എഴുതൊക്കെ വെച്ചാൽ എന്തൊക്കെ മെയിനായിട്ട് ഈ സ്ഥലത്ത് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയണേ. ഈ സ്ഥലത്ത് എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും കാണാം. അതിന് മുമ്പേ നടിക്കാനും ചെയ്യട്ടെ. ഇവിടെയും കൂടെ ഒരു ലാമ്പുണ്ട്. ഓക്കെ, രാത്രി ആകുമ്പോൾ വർക്കാവും. ഇത് രാവിലെ ആക്കുമ്പോൾ വർക്കാവും. അപ്പം എല്ലാ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും